ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ചാപ്റ്ററിലെ കൂളോംസ് ലോയാണ്. കൂളോംസ് ലോ എന്ന് പറയുമ്പോൾ രണ്ട് ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് ഈ കൂളോംസ് ലോ നമുക്ക് തരുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതായത് രണ്ട് ചാർജസ് ഇവിടെ ഇരിക്കുവാന്ന് കരുതുക. ഒന്നാമത്തെ ചാർജ് അതിനെ Q1 എന്ന് കൊടുത്തു, രണ്ടാമത്തെ ചാർജിനെ Q2 എന്ന് കൊടുത്തു. ഈ ചാർജിൻ്റെ പൊളാരിറ്റി അനുസരിച്ച് ചിലപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യും, ചിലപ്പോൾ അത് റിപ്പൽ ചെയ്യും. ഇപ്പോൾ രണ്ട് പോസിറ്റീവ് ചാർജുകളാണെങ്കിൽ സെയിം ടൈപ്പ് ചാർജസ് ആണെങ്കിൽ റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓപ്പോസിറ്റ് ടൈപ്പ് ചാർജസ് ആണെങ്കിൽ അവിടെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും റിപ്പൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ഫോഴ്സ് ആവശ്യമുണ്ട്. ആ ഫോഴ്സ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ലോ ഉപയോഗിച്ച് നോക്കുന്നത്. അപ്പോൾ രണ്ട് ചാർജസ് Q1 ഉം Q2, ഇവയ്ക്കിടയിലുള്ള അകലം R ആണെന്ന് കരുതുക. അപ്പോൾ R അകലത്തിൽ രണ്ട് ചാർജസ് ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, ഈ രണ്ട് ചാർജസിൻ്റെ മാഗ്നിറ്റ്യൂഡിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് F ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ടു ചാർജസ്. അപ്പോൾ അവിടെ സൈൻ നോക്കുന്നില്ല, മോഡുലസ് ആണ് എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 ഉം Q2 പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ശരി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നോക്കുകയുള്ളൂ. ആ മാഗ്നിറ്റ്യൂഡുകളുടെ പ്രോഡക്റ്റിനോട് ഈ ഫോഴ്സ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. അടുത്തത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് അതായത് ഈ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഫോഴ്സ് കുറയുമായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറയുമ്പോൾ ഫോഴ്സ് കൂടും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം. ഈ പ്രപ്പോർഷണാലിറ്റി കടന്നാൽ അതൊരു ഇക്വേഷൻ അല്ലെന്ന് നമുക്കറിയാം. ഇക്വേഷൻ ആക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റൻ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഇട്ട് കൊടുക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് 1/4πε0 ഇൻറ്റു Q1 Q2/r². അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതിൻ്റെ വാല്യൂ ε0 ഈസ് ഈക്വൽ ടു 8.854 ഇൻറ്റു 10⁻⁻12 കൂളോം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇതാണ് ε0യുടെ വാല്യൂ. പക്ഷേ ഓരോ പ്രാവശ്യവും പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളിതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 1/4πε0യുടെ വാല്യൂ നമുക്കറിയാം. അറിയാമെന്നല്ല, അത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തേക്കുന്നത് ഇങ്ങനെയാണ്, 9 ഇൻറ്റു 10⁻⁹. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? F ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു Q1 Q2/r². ഇങ്ങനെ മാറ്റി എഴുതാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ ε0 എന്ന് പറഞ്ഞു. അതായത് ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയം എയർ ആണെങ്കിലാണ് ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു മീഡിയം വരുവാണെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് മാറി പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആയിട്ട് മാറും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എപ്സിലോൺ ആണ്. എപ്സിലോൺ ഈസ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഇക്വേഷൻ ഇതാണ്. εr ഈസ് ഈക്വൽ ടു ε/ε0. അതിനകത്ത് നിന്ന് εr എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അഥവാ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇവിടെ നോക്കിക്കേ, ഇതിനകത്ത് നമുക്ക് മീഡിയത്തിൻ്റെ എന്ത് വരും? മീഡിയം ഈസ് ഈക്വൽ ടു ε0 ഇൻറ്റു εr എന്ന് വരും. സോ ഇവിടെ നമുക്കിപ്പോൾ ഒരു മീഡിയം, ഇപ്പോൾ വാട്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മീഡിയമാണ് നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യും? F ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2/r² ഈസ് ഈക്വൽ ടു 1/4π. എപ്സിലോണിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? ε0 ഇൻറ്റു εr Q1 Q2/r² എന്ന് എഴുതാം.
അപ്പോൾ ഇവിടെ നോക്കി എപ്സിലോൺ സീറോയുടെ വാല്യൂ, എപ്സിലോൺ ആറിൻ്റെ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആയിരിക്കും നമുക്ക് പ്രോബ്ലത്തിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുക. അതായത് രണ്ട് ചാർജസ് എയറിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രീ സ്പേസിലാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. പകരം ഏതെങ്കിലും ഒരു മീഡിയം തരുവാണെങ്കിൽ ഈ ഇക്വേഷൻ വേണം ഉപയോഗിക്കാനായിട്ട്. മീഡിയം തരുമ്പോൾ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ആയിരിക്കുകയല്ല തരുന്നത്, പകരം ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആയിരിക്കും തരുന്നത്.